തൃശ്ശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറുമ്പോൾ അവസാനവട്ട തയ്യാറെടുപ്പുകളും പൂർത്തീകരണങ്ങളും ഒക്കെ നടത്തുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളും ഘടകക്ഷേത്രങ്ങളും തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ സഹായത്തോടെ പൂരത്തിലൊരുങ്ങുന്ന 8 ഘടകക്ഷേത്രങ്ങളിലും ഇന്ന് കൊടിയേറ്റ് നടക്കുകയാണ്. പാറമേക്കാവ് വിഭാഗത്തിന് കീഴിലെ ഘടകക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളും പൂരവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകതകളും നമുക്ക് പരിചയപ്പെടാം. ദിവസം വടക്കുന്നാഥനെ തൊഴാൻ ആദ്യം പുറപ്പെടുന്നത് കണിമംഗലം ശാസ്താവാണ്. വെയിലേൽക്കാതെ വേണം ശാസ്താവ് വടക്കുന്നാഥനിലെത്താനെന്നാണ് നിയമം. പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്നിറങ്ങുന്ന ശാസ്താവിന്റെ പൂരം വടക്കുന്നാഥനെ വണങ്ങുകയോ വലം വയ്ക്കുകയോ ചെയ്യാത്ത ഏക ഘടകപൂരമാണെന്നതാണ് പ്രത്യേകത. പരമശിവനും ഗുരുവായ ദേവഗുരു ബൃഹസ്പതിയാണ് കണിമംഗലത്തെ പ്രതിഷ്ഠ. ഇതിനാലാണ് തെക്കേ ഗോപുരത്തിലൂടെ പടിഞ്ഞാറേ നടവഴി കണിമംഗലം ശാസ്താവിന്റെ വഴി നിശ്ചയിച്ചിരിക്കുന്നത്. പൂരദിവസം ഒരാനപ്പുറത്ത് പുറപ്പെടുന്ന ശാസ്താവിന് നാദസ്വരം അകമ്പടിയാകും. കുളശ്ശേരിയിലെത്തുമ്പോൾ ആനകളുടെ എണ്ണം 5 ആകും. ചെമ്പടമേളത്തിന്റെ അകമ്പടിയോടെ മണികണ്ഠനാലിലെത്തുമ്പോൾ ആനകളുടെ എണ്ണം 9 ഉയരുന്നതാണ് നൂറ്റാണ്ടുകളായി തുടരുന്ന പതിവ്. തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ചോളം കണിമംഗലം ശാസ്താവിൻ്റെ പ്രധാനം ദേവഗുരു ബൃഹസ്പതി സങ്കല്പത്തിലുള്ളതാണ് ഇവിടുത്തെ പൂരത്തിനുള്ള ശാസ്താവിൻ്റെ പുറപ്പാട്. മഞ്ഞും മഴയും വെയിലുമേൽക്കാതെയാണ് ശാസ്താവ് അതിരാവിലെയാണ് നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടി വടക്കുന്നാഥിലെ മണ്ണിലേക്ക് പ്രവേശിക്കുന്നത്. അത് ശാസ്താവിന് വേണ്ടി പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് തെക്കേ ഗോപുരനട തുറക്കുന്നത്. വർഷത്തിലൊരിക്കലേ തെക്കേ ഗോപുരനട തുറക്കുകയുള്ളൂ. അതിലക്കാവമ്മ വന്നിട്ടാണ് തുറക്കുന്നത് പൂരത്തിന് വേണ്ടിയിട്ട്, ശാസ്താവിന് വേണ്ടി മാത്രം തുറക്കുന്നതാണ്. അപ്പോൾ വടക്കുന്നാഥിന് അഭിമുഖമായി വന്നാൽ വടക്കുന്നാഥൻ പോലും എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഇതിൻ്റെ ഐതിഹ്യം. കാരണം ദേവഗുരു സങ്കല്പത്തിലുള്ളതുകൊണ്ട് വടക്കുന്നാഥൻ എഴുന്നേറ്റ് നിന്ന് വണങ്ങണമെന്നുള്ളതുകൊണ്ടാണ് തെക്കേ ഗോപുരനട വഴി മുഖാമുഖം വരാതെ പൂരത്തിന് വേണ്ടി പ്രവേശിക്കുന്നത്. ഏക പൂരം തെക്കേ ഗോപുരനട വഴി പ്രവേശിക്കുന്നത് കണിമംഗലം ശാസ്താവാണ്. ശങ്കരാചാര്യരുടെ ശിഷ്യർ തൃശ്ശൂരിൽ മഠം സ്ഥാപിക്കാൻ എത്തുമ്പോൾ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് പനമുക്കുംപള്ളി ശാസ്താവെന്നാണ് വിശ്വാസം. അമൃതകുംഭം കയ്യിലേന്തി പത്മാസനത്തിലിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. 2000-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ നിയന്ത്രണം ഇന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കാണ്. പൂരദിവസം 3 ആനകളുടെ അകമ്പടിയോടെ പഞ്ചവാദ്യ നാദസ്വര മേളത്തോടെയാണ് പനമുക്കുംപള്ളി ശാസ്താവ് എഴുന്നള്ളുന്നത്. 3 ആനകളും നാദസ്വര തകിൽ മേളങ്ങളുമായാണ് ശാസ്താവ് പുറപ്പെടുക. കിഴക്കേക്കോട്ട വഴി പാറമേക്കാവിൽ എത്തുകയും പിന്നെ വടക്കുന്നാഥന്റെ കിഴക്കേ ഗോപുരം വഴി അകത്ത് കടന്ന് തെക്കേ ഗോപുരം വഴി പുറത്തേക്കിറങ്ങുകയും ചെയ്യും. രാത്രി എഴുന്നള്ളിപ്പിന് മേളമില്ലെന്നതും പനമുക്കുംപള്ളി ശാസ്താ ക്ഷേത്രത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ചെമ്പൂക്കാവെന്നാണ് വിശ്വാസം. പൂരത്തിലെ ഘടകക്ഷേത്രങ്ങളിൽ പ്രധാന സ്ഥാനമാണ് ചെമ്പൂക്കാവിനുള്ളത്. പൂരദിവസം വെയിലേൽക്കും മുൻപേ ചെമ്പൂക്കാവ് ഭഗവതി വടക്കുന്നാഥനെ കണ്ടുമടങ്ങും. രാവിലെ 3 ആനകൾക്കൊപ്പം പഞ്ചവാദ്യം അകമ്പടിയായിക്കൊണ്ട് എഴുന്നള്ളുന്ന ദേവി കിഴക്കേ ഗോപുര നടവഴി വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തും. തെക്കേ ഗോപുര നടക്കടുത്തെത്തിയാൽ പഞ്ചവാദ്യത്തിൽ നിന്നും മേളം പാഞ്ചാരിയിലേക്ക് മാറും. പാഞ്ചാരിയോടുകൂടിയ എഴുന്നള്ളിപ്പ് ചെമ്പൂക്കാവിന് മാത്രമാണ്. തെക്കോട്ടിറങ്ങി പ്രദക്ഷിണ വഴിയെത്തുന്ന ദേവി തിരിച്ചെത്തി തെക്കേ ഗോപുര നടവഴി വീണ്ടും അകത്തു കടക്കുന്നു. പിന്നീടാണ് വടക്കുന്നാഥനെ വണങ്ങി പടിഞ്ഞാറേ ഗോപുരം വഴി പുറത്തിറങ്ങുന്നത്. ചെമ്പുക്കാവ് കാർത്തിയാനി ഭഗവതിയെ സംബന്ധിച്ച് ചെമ്പുക്കാവ് കാർത്തിയാനി ഭഗവതിയാണ് കിഴക്കേ ഗോപുരം നട കടന്ന് പൂരത്തിൻ്റെ അന്ന് ആദ്യമായിട്ട് തെക്കോട്ട് പാണ്ഡ്യമേളത്തോടു കൂടി ഇറങ്ങുന്നത് ചെമ്പുക്കാവ് ശ്രീ കാർത്തിയാനി ഭഗവതിയാണ്. അതിനുശേഷം കാർത്തിയാനി ഭഗവതി തിരിച്ച് തെക്കേ ഗോപുര നടയിൽ കൂടെ തന്നെ അകത്ത് കടന്ന് വടക്കുന്നാഥനെ പ്രദക്ഷിണം വെച്ച് കിഴക്കേ ഗോപുര നട വഴി പുറത്തേക്ക് കടന്ന് ഞങ്ങളുടെ ചെമ്പുക്കാവ് ശ്രീ കാർത്തിയാനി ഭഗവതി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നുണ്ട്. പരശുരാമകാലത്തോളം പഴക്കമുള്ള പൂക്കാട്ടിക്കര കാരമുക്ക് ക്ഷേത്രത്തിൽ ഹരമഹർഷി താമസിച്ചതായാണ് കരുതപ്പെടുന്നത്. പൂക്കാട്ടിക്കര ശിവക്ഷേത്രം പിൽക്കാലത്ത് ഭഗവതി ക്ഷേത്രത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു. പൂരദിവസം രാവിലെ കാരമുക്ക് ഭഗവതി ഒരാനപ്പുറത്താണ് പുറപ്പെടുക. കുളശ്ശേരി ക്ഷേത്രത്തിനടുത്ത് വെച്ച് ആനകളുടെ എണ്ണം 3 ആകും. നാദസ്വരവും നടപ്പാണ്ടിയും അകമ്പടിയേകി ദേവി കുളശ്ശേരിയിലെത്തിയാൽ 60 പേർ ചേർന്ന് അവതരിപ്പിക്കുന്ന നാദസ്വര മേളം ആരംഭിക്കും. ഇവിടെ നിന്നും എഴുന്നള്ളത്ത് മണികണ്ഠനാലിലെത്തിയാൽ ആനകൾ 9ഉം 100 പാണ്ഡ്യമേളക്കാരും അണിനിരക്കും. ശ്രീമൂലസ്ഥാനത്തെ പാണ്ഡ്യമേളം കഴിഞ്ഞാൽ പടിഞ്ഞാറേ ഗോപുരം താണ്ടി വടക്കുന്നാഥനെ വണങ്ങുന്ന ദേവി തെക്കോട്ടിറങ്ങി ശക്തൻ പ്രതിമയെ ചുറ്റിയാകും തിരികെ മടങ്ങുക. ചൂരൽക്കാടുകൾ നിറഞ്ഞ യാഗഭൂമിയായിരുന്നു ഒരു കാലത്ത് ചൂരക്കോട്ട് കാവിലമ്മയുടെ തട്ടകം. കാലക്രമേണ ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ചൂരക്കോട്ട് കാവെന്നും പേര് വന്നു. നമസ്കാര മണ്ഡപവും ശ്രീകോവിലും ഒരേ തറനിരപ്പിൽ വേർതിരിക്കാതെയാണ് പണി തീർത്തു എന്നതും ശ്രീകോവിൽ പ്രത്യേകമായി അറയായി തിരിച്ചിട്ടില്ലെന്നതുമാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത.
ആനപ്പുറത്തെ നാദസ്വരത്തിനൊപ്പം നടപ്പാണ്ടി മേളവുമായാണ് ചൂരക്കോട്ടുകാവിലമ്മ പൂരത്തിന് പുറപ്പെടുക. നടുവിലാലിലെത്തുമ്പോഴാണ് ആനകളുടെ എണ്ണം 14ആയി ഉയരുക. ഇതോടൊപ്പം തന്നെ 115 കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളവും അരങ്ങേറും. 11 മണിയോടെ വടക്കുന്നാഥന്റെ പടിഞ്ഞാറേ ഗോപുരം വഴി അകത്തുകയറുന്ന ദേവി തെക്കേ ഗോപുരം വഴി പുറത്തു കടന്ന് പാറമേക്കാവിലേക്ക് എത്തും. ഇതിനുശേഷമാണ് വലിയ പാണികൊട്ടി പാറമേക്കാവ് ഭഗവതി തൃശൂർ പൂരത്തിന് എഴുന്നള്ളുക. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.